ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയങ്ങളും ആശങ്കകളും വരാറുണ്ട്. ചിലപ്പോൾ സാഹചര്യങ്ങൾ നമ്മെ തളർത്തും, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ബലഹീനതകൾ നമ്മെ നിരാശപ്പെടുത്തും. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല. സങ്കീർത്തനകാരൻ പറയുന്നു, യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയെ ഉയർത്തുന്നവനും ആകുന്നു. അതായത് നമ്മുടെ ദൈവം തന്നെയാണ് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന പരിചയം, ഉയർത്തുന്ന കരവും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഓർക്കുക, എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരുന്നു. അതിനാൽ നമ്മുടെ കുറവുകളും ബലഹീനതകളും ദൈവപ്രവൃത്തിക്ക് തടസ്സമല്ല, മറിച്ച് അവിടെ തന്നെയാണ് കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ ശക്തി നമ്മളിൽ പൂർണ്ണമായി വെളിപ്പെടുവാൻ ചില കാര്യങ്ങളിൽ നാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഒന്നാമതായി നാം ചെയ്യേണ്ടത് ഭയത്തെ മാറ്റുക, നമ്മെ കാക്കുന്ന ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക. രണ്ടാമതായി നാം ചെയ്യേണ്ടത് കർത്താവിൽ ആശ്രയിക്കുക, നമ്മുടെ ശക്തിയിലല്ല, അവൻ്റെ സർവശക്തിയിൽ തന്നെ നാം ആശ്രയിക്കുക. മൂന്നാമതായി നാം ചെയ്യേണ്ടത് പൂർണ്ണമായ സമർപ്പണമാണ്. അതായത് നമ്മുടെ കുറവുകൾ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഈ നിമിഷങ്ങളിൽ കടന്നു വന്ന സാഹചര്യങ്ങൾ ഏതായാലും നിങ്ങൾ ഒന്നിൽ ഉറക്കുക, ദൈവം തന്നെയാണ് നിങ്ങളുടെ പരിചയം, നിങ്ങളുടെ തലയെ ഉയർത്തുന്നവനും. അവൻ നിങ്ങളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നടത്തുവാൻ ഇടയായിത്തീരും. ഈ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി, ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിലൂടെ ഞങ്ങളുടെ മേൽ പകരുന്ന സകല ദൈവിക വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നീ തന്നെയാണ് ഞങ്ങളുടെ പരിചയം, തല ഉയർത്തുന്നവനും. ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്റെ ശക്തി തികഞ്ഞു വരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ജയം നൽകുന്ന, മഹത്വമാക്കി തീർക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.